ജില്ലാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ വിജിൽ മോഹൻ, ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത ഏറ്റവും ബഹുമാന്യനായ സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രിയപ്പെട്ട പ്രസിഡന്റ് അഡ്വക്കേറ്റ് OJ ജനീഷ്, എനിക്ക് മുമ്പ് സംസാരിച്ച കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി ബഹുമാന്യനായ സന്ദീപ് വാര്യർ, ഞങ്ങളോടൊപ്പം ഇവിടെ വന്ന കേരളത്തിന്റെ ചുമതല വഹിക്കുന്ന ശ്രാവൺ റാവു അവർകൾ, പ്രിയങ്കരായിട്ടുള്ള സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ ഭാരവാഹികൾ അബ്ദുൾ റഷീദ്, രാഹുൽ, മൊഹ്സിൻ, റോബർട്ട്, നിമിഷ, രാഹുൽ, ഷമ്മാസ്, സുധീഷ്, മഹിത, രാഹുൽ ഉൾപ്പെടെ, വർസീൻ ഉൾപ്പെടെയുള്ള KSUവിന്റെ ഫർഹാൻ ഉൾപ്പെടെയുള്ള KSUവിന്റെ യൂത്ത് കോൺഗ്രസിന്റെ സഹപ്രവർത്തകരുണ്ട്, റെജിലേറ്റൻ ഉൾപ്പെടെയുണ്ട്, സുദീപ് ഉൾപ്പെടെ എല്ലാവരും സഹപ്രവർത്തകരാണ്, സുഹൃത്തുക്കളാണ്. കേരളത്തിലെ യൂത്ത് കോൺഗ്രസുകാരെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഒരിക്കലും ഓർക്കാൻ കഴിയുന്ന ഒരു ദിനമല്ല. പ്രിയങ്കരനായിട്ടുള്ള നമ്മുടെ എല്ലാം സഹപ്രവർത്തകനായിരുന്ന ഷുഹൈബ് 2015 സംസ്ഥാന KSU കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്ന ഘട്ടത്തിൽ അന്ന് KSUവിന്റെ സംസ്ഥാന അധ്യക്ഷൻ ഇന്നത്തെ മലപ്പുറം DCC പ്രസിഡന്റ് VS ജ്യോതി ആയിരുന്നു. അന്ന് സംസ്ഥാന KSU കമ്മിറ്റിയുടെ സംസ്ഥാനതല മെമ്പർഷിപ്പ് ഉദ്ഘാടനം അന്ന് എടയന്നൂരിന്റെ മണ്ണിലായിരുന്നു, ഷുഹൈബിന്റെ സ്വന്തം നാട്ടിൽ. ആ സംസ്ഥാന KSU കമ്മിറ്റിയുടെ ഭാരവാഹി എന്നുള്ള നിലയിൽ ഞാനും പ്രിയപ്പെട്ട അന്നത്തെ വൈസ് പ്രസിഡന്റ് ആയിരുന്ന അഡ്വക്കേറ്റ് AM രോഹിത്തും ഒരു രാത്രിയിൽ എടയന്നൂരിൽ വന്ന് താമസിക്കുമ്പം ഞങ്ങളെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് റൂമിലേക്കും പിറ്റേന്ന് ഈ പരിപാടി നടക്കുന്ന ഇടങ്ങളിലേക്കുമൊക്കെ കൊണ്ടുവന്നത് പ്രിയപ്പെട്ട ഷുഹൈബും ഫർസിനുമാണ്. അന്ന് KSUവിന്റെ ജില്ലാ പ്രസിഡന്റ് സുദീപായിരുന്നു. ആലപ്പുഴക്കാരനായിരുന്ന എനിക്കും ഷുഹൈബ് എന്ന് പറയുന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകന്റെ, KSU പ്രവർത്തകന്റെ ഒരു കരുതൽ, ഒരു തണൽ കിട്ടിയിട്ടുണ്ട് എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ അവസരം ഉപയോഗിച്ചത്. വർഷങ്ങൾ കഴിഞ്ഞിട്ടും രക്തസാക്ഷി ദിനത്തിൽ ഇത്രമേൽ ഒരു നാട് ഇഷ്ടപ്പെടുന്നുണ്ട് എങ്കിൽ രാഷ്ട്രീയത്തിന്റെ സ്ഥാനമാനങ്ങൾക്കപ്പുറത്ത് ഒരു ചെറുപ്പക്കാരൻ എങ്ങനെയായിരുന്നു പൊതുപ്രവർത്തനം നടത്തിയത് എന്നുള്ളത് ഞാൻ ഉൾപ്പെടെയുള്ള യൂത്ത് കോൺഗ്രസിന്റെ ആളുകൾ കണ്ടുപിടിക്കേണ്ടതാണ്. ഇവിടെ അധ്യക്ഷനായിട്ടുള്ള വിജിൽ സൂചിപ്പിച്ചു, ഒരു നാട്ടിൽ ഒരു പ്രയാസമുണ്ടായാൽ, ഒരു പ്രതിസന്ധി ഉണ്ടായാൽ, തന്റെ മകളുടെ കല്യാണത്തിന് സ്വർണം വേണമെങ്കിൽ, ഒരു ബ്ലഡ് വേണമെങ്കിൽ, ഒരു രോഗിക്ക് കൂട്ടിരിക്കണമെങ്കിൽ ഒക്കെ ഒരു ചെറുപ്പക്കാരനെ ഒരു നാട് മുഴുവൻ സമീപിക്കുന്നുണ്ട് എങ്കിൽ ആ ചെറുപ്പക്കാരന്റെ മനസ്സിന്റെ വിശാലത കൊണ്ടായിരുന്നു. മട്ടന്നൂർ എന്ന് പറയുന്ന നിയോജക മണ്ഡലം കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിക്ക് എക്കാലത്തും വലിയ മേധാവിത്വമുള്ള മണ്ണാണ്. ആ മണ്ണിൽ യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തനം നടത്തി, ബാലജനവേദിയുടെ പ്രവർത്തനം നടത്തി, KSUവിന്റെ പ്രവർത്തനം നടത്തി, കമ്മ്യൂണിസ്റ്റ് കുടുംബങ്ങളിൽപ്പെട്ട ആളുകളെ പോലും നമ്മളിലേക്ക് അടുപ്പിക്കുന്നു എന്ന് മനസ്സിലാക്കി വളരെ ബോധപൂർവം, ഒരു തർക്കത്തിന്റെ പേരിലൊന്നുമല്ല, ഒരു വളരെ ബോധപൂർവം ആ ചെറുപ്പക്കാരനെ അറുങ്കൊല ചെയ്യുവാൻ ഈ ജില്ലയിലെ മാർക്സിസ്റ്റ് പാർട്ടി തീരുമാനിക്കുന്നു. എന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഇവിടെ കൂടിയ കോൺഗ്രസുകാരായിട്ടുള്ള ആളുകൾ കരുതുന്നുണ്ടോ ഏതെങ്കിലും ഒരു തില്ലങ്കേരി വിചാരിച്ചാൽ കൊലപ്പെടുത്താൻ കഴിയുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? പോലീസ് അന്വേഷണം നടത്തി. എത്രയോ നാള് ഷുഹൈബിന്റെ കൊലക്കേസിലെ പ്രതികൾക്ക് പരോൾ ലഭിച്ചു. ഈ കണ്ണൂർ ജില്ലയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് നേതൃത്വം നൽകുന്ന ആളുകൾ ഒരു ഷുഹൈബിനെ മാത്രമാണോ കൊലപ്പെടുത്തിയത്? ഈ 21ാം നൂറ്റാണ്ടിൽ ഈ നാട് ചർച്ച ചെയ്യണം. ഒരു ഷുഹൈബ് മാത്രമാണോ? ഈ വേദിയിൽ ഞങ്ങളോടൊപ്പം വേദി പങ്കിടുന്ന ഷുഹൈബിന്റെ ഉപ്പയുണ്ട്. ഞാൻ ചോദിക്കട്ടെ, എത്രമേൽ മനസ്സ് പിടയ്ക്കുന്നുണ്ടാകും ആ മനുഷ്യന്റെ? ഞങ്ങൾ ഇന്ന് ഷുഹൈബിന്റെ ഖബറിൽ പോയി, അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി, അദ്ദേഹത്തിന്റെ ഉമ്മയെ കണ്ടു, അദ്ദേഹത്തിന്റെ സഹോദരിമാരെ കണ്ടു. ഞാൻ ചോദിക്കട്ടെ, ഈ പാപത്തിനൊക്കെ പരിഹാരം, ഈ പാർട്ടി കാണിക്കുന്ന വൃത്തികേടിന് പരിഹാരം എങ്ങനെയാണ് ഇവർക്ക് മാറി നിൽക്കാൻ കഴിയുക? ഇന്നലകളിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി വിടുപണി ചെയ്ത
ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി ഈ ജില്ലയിൽ കാണിച്ച വൃത്തികേടിന് മുഴുവൻ കൂട്ടുനിന്ന ആളുകൾ പോലും ചെങ്കടി ഉപേക്ഷിച്ചുകൊണ്ട് നിങ്ങൾ ചെയ്ത തെറ്റാണെന്ന് പറയുന്ന സാഹചര്യം ഈ കേരളത്തിലുണ്ടായി. അതുകൊണ്ടല്ലേ പയ്യന്നൂരിലെ ഏരിയ സെക്രട്ടറി ആയിരുന്ന, പയ്യന്നൂരിലെ CPM-ന്റെ ഏരിയ സെക്രട്ടറി ആയിരുന്ന ഒരു മനുഷ്യൻ പുറത്തു വന്ന് പറഞ്ഞത്, കക്കുകയും മുക്കുകയും നക്കുകയുമാണ് ഈ കണ്ണൂർ ജില്ലയിലെ മാർക്സിസ്റ്റ് പാർട്ടി പണിയെന്ന് ഇവിടെ വന്നു നിന്ന് പറയുന്ന സാഹചര്യം ഉണ്ടായി. ഇതിനു മുമ്പ് നേരത്തെ ഇവിടെ മുഖ്യപ്രഭാഷണം നടത്തിയ സന്ദീപ് വാര്യർ സൂചിപ്പിച്ച പോലെ CPM-ന്റെ IT വിദഗ്ധനുണ്ട് നികേഷ് കുമാർ. അദ്ദേഹത്തിന്റെ അച്ഛന്റെ പേര് MV രാഘവൻ. അദ്ദേഹം ഒരു പ്രമുഖമായ ചാനലിൽ UDF-ന്റെ ഭാഗത്ത് നിൽക്കുന്ന ഘട്ടത്തിൽ അദ്ദേഹം പറയുന്ന ഒരു ഇന്റർവ്യൂ ഉണ്ട്. ആ ഇന്റർവ്യൂവിൽ അദ്ദേഹം പറയുന്നുണ്ട്, കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക്, പ്രത്യേകിച്ച് കണ്ണൂരിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് രക്തസാക്ഷി ഫണ്ട് എന്നാൽ 30 ലക്ഷം രൂപയോ പിരിച്ചാൽ 15 വീട്ടിൽ കൊടുക്കും, 15 പാർട്ടി എടുക്കും. ഇത് ധനരാജ് ഫണ്ടിന്റെ മാത്രം പ്രത്യേകതയാണോ? അല്ല. നിങ്ങൾ ഓർക്കുന്നില്ലേ, അഭിമന്യു എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരന്റെ പേര് പറഞ്ഞ് ഈ കേരളം മുഴുവൻ ബക്കറ്റുമായി പിരിച്ച് 1 കോടിയിൽ പരം പണം കിട്ടിയിട്ട് ആ വീട്ടിലേക്ക് എത്ര രൂപയാണ് ഇവർ കൊടുത്തത്? ഈ കേരള നാട് ചർച്ച ചെയ്യണ്ടേ? ഈ കേരളത്തിലെ ജനങ്ങൾ ചർച്ച ചെയ്യണ്ടേ? ഞാൻ ചോദിക്കട്ടെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ കേരളത്തിൽ പിണറായി വിജയൻ എന്ന് പറയുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രി അധികാരത്തിൽ വന്നതിന് ശേഷം ഈ നാട്ടിലെ ജനങ്ങളുടെ അവസ്ഥ എന്താണ്? ഈ നാട്ടിലെ ജനങ്ങൾക്ക് സ്വസ്ഥവും സ്വൈര്യവുമായി ജീവിക്കാൻ കഴിയുന്ന ഏത് സാമൂഹ്യ സാഹചര്യമാണുള്ളത്? ചെറുപ്പക്കാർ എന്നുള്ള നിലയിൽ ഈ നാട്ടിൽ വിദ്യാസമ്പന്നരായ ചെറുപ്പക്കാരുടെ ജോലി എന്ന സ്വപ്നമായിരുന്നു പബ്ലിക് സർവീസ് കമ്മീഷനും എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകളും. രാത്രി ഉറക്കമൊഴിച്ചിരുന്ന് പഠിച്ച ആളുകൾക്ക് പോലും PSCയിൽ ജോലി കിട്ടുന്നില്ല. 1 റാങ്കും 2 റാങ്ക് കിട്ടിയ ചെറുപ്പക്കാർക്ക് ജോലിയില്ല. ആർക്കാണ് ഇവർ ജോലി കൊടുക്കുന്നത്? ഇവർ ജോലി കൊടുക്കുന്നത് ഇവർക്ക് വേണ്ടി വൃത്തികേട് ചെയ്യുന്ന, ഇവർക്ക് വേണ്ടി കൊട്ടേഷൻ പണിയെടുക്കുന്ന ആളുകൾക്ക് മാത്രമാണ് ഇവർ ജോലി കൊടുത്തുകൊണ്ടിരിക്കുന്നത്. പ്രിയമുള്ളവരെ, ഈ വൈകിയ വേളയിൽ അധികമായി ഒന്നും തന്നെ പറയുന്നില്ല. ഈ നാട് ഇന്ന് ചർച്ച ചെയ്യുന്ന ഷുഹൈബിന്റെ രക്തസാക്ഷി ദിനമാണ്. ഉത്തരവാദിത്തോടുകൂടി നമ്മൾ പറയാൻ ആഗ്രഹിക്കുന്നു, നേരത്തെ ഇവിടെ മുഖ്യപ്രഭാഷകനും അതുപോലെ തന്നെ ഇവിടുത്തെ ഉദ്ഘാടകനും പറഞ്ഞ പോലെ തന്നെ ഞങ്ങൾ കരുതുന്നില്ല, ഈ നാട് കരുതുന്നില്ല, അന്വേഷണത്തിന്റെ ഭാഗമായി ഏതെങ്കിലും ആകാശ് തില്ലങ്കേരിയെ അല്ലെങ്കിൽ ആകാശ് തില്ലങ്കേരിയെ കൊണ്ട് അവസാനിക്കുന്ന കാര്യമാണെന്ന് ഞങ്ങൾ കരുതുന്നില്ല. ഇവിടെ ഏത് കൊലപാതകം നടന്നാലും ഈ ജില്ലയിലെ യമരാജനെ പോലെ പ്രവർത്തിക്കുന്ന ജയരാജൻ, ഒരു തർക്കവുമില്ല. ഈ ഗവൺമെന്റ് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ കേരളത്തിൽ ഒരു കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി അധികാരത്തിൽ വന്നാൽ കണ്ണൂർ സെൻട്രൽ ജയിലായിരിക്കും ജയരാജന്റെ ശിഷ്ടകാലം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഷുഹൈബിന്റെ ഉപ്പക്ക്, ഷുഹൈബിന്റെ കുടുംബത്തിന് എല്ലാ ഐക്യദാർഢ്യവും നിയമപരമായ പോരാട്ടത്തിന് ഇന്നലകളിൽ എന്ന പോലെ തന്നെ തുടർന്നുള്ള ദിവസങ്ങളിലും നാളുകളിലും ഉണ്ടാകുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഒരിക്കൽ കൂടി ജില്ലാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി സംഘടിപ്പിച്ച ഈ ഷുഹൈബ് അനുസ്മരണത്തിന് സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ ഹൃദയാഭിവാദ്യങ്ങൾ നേർന്നു നിർത്തുന്നു. ജയ് ഹിന്ദ്, ജയ് യൂത്ത് കോൺഗ്രസ്.